محمد اللهم ألهمنا مراشد أمورنا بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله لا حول ولا قوة إلا بالله പരമകാരുണികനും കരുണാനിധിയും അജയ്യനും പ്രതാപിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. ഇരുലോക വിജയം അല്ലാഹു നമുക്കേവർക്കും നസീബാക്കുമാറാകട്ടെ. നമുക്ക് അല്ലാഹു അനുഗ്രഹിച്ച് നൽകിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും അടിത്തറയായ വിശ്വാസം ശക്തിപ്പെടുത്തി അല്ലാഹു ആദരിച്ചത് എല്ലാം ആദരിക്കാൻ, അല്ലാഹുവിൻ്റെ പൊരുത്തം നേടാൻ തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നസീബാക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുടുംബം, നമ്മുടെ മക്കൾ, ലോക മുസ്ലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളാക്കി റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ മസാറിൽ അന്തിവിശ്രമം കൊള്ളുന്ന മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ അള്ളാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അവരോടൊപ്പം അവ്വലിൽ അംറിൽ സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് അവർക്കും നസീബാക്കുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ പരിശുദ്ധ റജബിനെ ആദരിച്ചുകൊണ്ട് പരിശുദ്ധമായ പുണ്യസമയങ്ങളിൽ നോമ്പെടുത്തുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ഇതര അഅ്മാലു സ്വാലിഹാത്തുകളിൽ ഏർപ്പെട്ടുകൊണ്ടും പരിശുദ്ധ റജബിനെയും ശഅബാനിനെയും റമദാനിനെയും ആദരിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളിൽ, സഹോദരി സഹോദരങ്ങളിൽ അള്ളാഹു അവർക്കെല്ലാം ആജിലായ മുസ്തമിറായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. നാഥനായ തമ്പുരാൻ നമ്മുടെ എല്ലാവരുടെയും മഈശത്തിൽ ഇസ്തിഖാമത്ത് നസീബാക്കുമാറാകട്ടെ. ഖൈറായ തൊഴിലിന് വേണ്ടി പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള പലരും അള്ളാഹുവേ ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഫളീലത്ത് കൊണ്ട് മുഅ്മിനീങ്ങളുടെ ആമീൻ സ്വീകരിച്ച് റബ്ബേ ഖൈറായ മഈശത്ത്, അത് ലാഹിക്കായ മഈശത്ത് ആഗ്രഹിക്കുന്നവർക്കെല്ലാം നീ നസീബാക്കണേ പടച്ചവനെ. നിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവരിലേക്കും ഞങ്ങളിലേക്കും നീ നോക്കണം റഹ്മാനെ. പ്രിയപ്പെട്ട സ്നേഹവതികളായ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടി വന്ന വെള്ളിയാഴ്ച ദിവസം ഇന്ന് കൂടുതലായി ഒരു തസ്ബീഹമാല കയ്യിലെടുക്കുമ്പോൾ പോലും കൂടുതൽ ദിക്റിലും സ്വലാത്തിലും കഴിയണം. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടെ തന്നെ ഇരിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ധാരാളം ഇബാദത്ത് മനസ്സിൽ കരുതി വന്നവരാണ് നമ്മളെല്ലാവരും. അത് വലിയൊരു ആദരവാണ്. പരിശുദ്ധ സയ്യിദുൽ അയ്യാമിനോടുള്ള ആദരവ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയോടുള്ള ഒരു ആദരവാണ് നമ്മുടെ മനസ്സിൽ. വ്യാഴാഴ്ച വരുമ്പോഴേതാ അടുത്ത ദിവസം ജുമുഅ, വ്യാഴത്തിലെ വെള്ളിയിലേക്ക് കൊണ്ടെത്തിച്ച വ്യാഴത്തിൻ്റെ മഗ്രിബ് മുതൽ ഒരു ആദരവ്. ആ ദിവസം മുതൽ സ്വലാത്ത് ധാരാളം ഏറ്റുന്നവർ, വെള്ളിയാഴ്ച ധാരാളം സ്വലാത്തിലാണ്, സൂറത്തുൽ കഹ്ഫ് ഓതുന്നവർ, ധാരാളം ഇബാദത്തുകളിൽ ലയിക്കുന്നവർ, മറ്റൊരു ദിവസത്തിൽ അവരെ എങ്ങനെ കാണാൻ കഴിയുമോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വെള്ളിയാഴ്ചയോടുള്ള ആദരവാണ്, കൂടുതൽ ആദരിച്ചതാണ്. നമ്മുടെയൊക്കെ വിശ്വാസം ഒരു വലിയൊരു അടിത്തറ, നമ്മുടെ ഏറ്റവും വലിയ അടിത്തറ നമ്മുടെ വിശ്വാസം ശരിയാകലാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ പരിശുദ്ധമായ റജബ് മാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്കറിയാലോ. പരിശുദ്ധ റജബിൽ വളരെ കണക്റ്റഡായ ധാരാളം സംഭവങ്ങളുണ്ട്. വിശ്വാസ കാര്യങ്ങളാണ് ദീനിൻ്റെ അടിത്തറ. ദീനിൻ്റെ അടിത്തറ ഇളകിയാൽ എല്ലാം തകർന്നു പോകും. അടിത്തറ ഭദ്രമാണെങ്കിൽ, ഉറപ്പുള്ളതാണെങ്കിൽ അതിന് മുകളിലേക്ക് എടുക്കുന്ന ബിൽഡിങ്ങിന് നല്ല പവറുണ്ടാവും, ശക്തി ഉണ്ടാവും.
ഇപ്പോൾ ഉപയോഗിക്കുന്ന ചില സിമൻറ്റുകൾ, കെമിക്കലുകൾ ചേർത്ത് അതിനൊരു പ്രത്യേക ഫ്ലെക്സിബിലിറ്റി ഉള്ളതായിട്ട്, ഒന്ന് ഷേക്കായാൽ, ഒന്ന് കുലുങ്ങിയാൽ, ഒരു വൈബ്രേഷൻ ഉണ്ടായാൽ ഒന്നും അടർന്ന് പൊട്ടിപ്പോകാത്തത്, അതിങ്ങനെ റബ്ബർ പോലെ തെന്നി മാറുന്നത്, എത്രയോ വീഡിയോസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോ രാജ്യങ്ങളിൽ ഇതൊക്കെയാണ് ഉപയോഗിക്കുക. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ അത് പാലം നിർമ്മാണം, വലിയ വലിയ ബ്രിഡ്ജുകൾക്കൊക്കെയുള്ള നിർമ്മാണത്തിലുമൊക്കെ അങ്ങനെയുള്ളത് കടത്തിക്കൂട്ടുന്നുണ്ട്. വലിയൊരു ഗുണമാണ്. അടിത്തറ ഏറ്റവും പ്രധാനമാണ്. അടിത്തറയുടെ ഉറപ്പാണ് മുകളിലേക്ക് എടുക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉറപ്പ്. ഒരാളുടെ ഒരു വിശ്വാസം ക്ലിയറാവാതെ എന്ത് അമലാണ്? വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇന്ന് ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകി പവിത്രമായ ഒരു ദിവസം, ഒരു സമയം, ഒരു മഹാനായ ഒരു വലിയ ഒരു അമ്പിയാക്കളിൽ, ഔലിയാക്കളിൽ, ഗ്രന്ഥങ്ങളിൽ, മക്കാനുകളിൽ, സമയങ്ങളിൽ റജബിനോട്, ശഅബാനിനോട്, റമദാനിനോട് ആദരവ്. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ശരിക്കും ഈ ഒരു മനസ്സിൻ്റെ വല്ലാത്തൊരു ബഹുമാനം, ഒരാദരവ് കൊടുത്താൽ തന്നെ മനസ്സിലാകും. വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ആദരിച്ചതിലേക്ക് ആദരിക്കൽ അവൻ്റെ ഏറ്റവും വലിയ പാഥേയം, അവൻ്റെ യാത്രയിലെ ഭക്ഷണം, തഖ്വ എന്ന ഭക്ഷണം അതവൻ ഒരുക്കി തയ്യാറാക്കി എന്നതിന് തെളിവാണ്. തഖ്വയുണ്ട് എന്നതിന് തെളിവാണ് അള്ളാഹു ആദരിച്ചതിനൊക്കെ ആദരിക്കുക. വിശ്വാസത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായൊരു ഭാഗമാണ് ആദരവ് കൊടുക്കുക എന്നുള്ളത്. ആദരിക്കണം. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമതി കൊണ്ട്, മഹത്വം കൊണ്ട്, സ്ഥാനം കൊണ്ട് ഒരു മഹാവ്യക്തിത്വത്തിന് ആദരവ് കൊടുത്തതായിട്ട് ചരിത്രത്തിൽ കാണാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അത്രത്തോളം ഒരു നേതാവുമില്ല, അത്രത്തോളം ആർക്കും ഉയർച്ചയില്ല. വലിയ മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്ക് വിശ്വാസത്തിന്റെ രൂപങ്ങൾ ഈ കൊച്ചു കേരളത്തിൽ എത്രയോ അഖിലുസുന്നയുടെ സംഘടനകൾ ഇരു സംസ്ഥാന ദക്ഷിണ 100-ാം വാർഷികത്തിന്റെ മാറ്റുരയ്ക്കുമ്പോൾ, അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ, 70-ാം വാർഷികത്തിന്റെ ഓരോ അഖിലുസുന്നയുടെ സംഘടനകളും മഹത്തുക്കൾ അഖിലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ രൂപം, ആദരവിന്റെ രൂപം നമുക്ക് തുറന്നു കാട്ടി തന്നിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനം എവിടെയും ഒരു കൂട്ടുകാരൻ. ഹിജ്റ എക്സ്പെഡിഷൻ നമ്മൾക്കൊന്ന് കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് മക്ക ടു മദീനയിലേക്കുള്ള യാത്രയുടെ വഴി, നമ്മൾ പോകുന്ന ഒരു വാഹനം പോകുന്ന 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആ ഒരു വഴിയല്ല. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പമുള്ള യാത്ര, ഹിജ്റയുടെ യാത്രയുടെ വഴി അതല്ല. ഊടുവഴികൾ, ശത്രുക്കളിൽ നിന്ന് മാറി ഒതുങ്ങി അവരാരും കണ്ടുപിടിക്കാത്ത വഴികളിലൂടെ ഒട്ടും താമസിയാതെ തന്നെ സൗദിയിൽ അങ്ങനെ ഒരു സംവിധാനം ടൂറിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ, കാണാൻ, ആ വഴിയിലൂടെയുള്ള യാത്രയ്ക്കുള്ള സൗകര്യം ഒരുക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ ആ വഴിയിലൂടെ യാത്ര ചെയ്തു പോയി. ആ ഒരു അനുഭവം ഉള്ളുപൊട്ടും. അത് കണ്ടാൽ, അതിൻ്റെ ചരിത്രാവിഷ്കാരം അത് കണ്ടാൽ, ആ യാത്രയുടെ ഓരോ വഴികൾ മുത്തുനബി തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ചിരുന്ന വലിയ ഒരു പാറ അതേ രൂപത്തിൽ ഇന്നും കാണും. ചരിത്രം പഠിക്കുന്ന ആളുകൾ അത് കാണണം. ചരിത്രമറിയുന്നവർ, ആദരവുള്ളവർ അത് കാണണം, പഠിക്കണം. മഹാനവരുടെ മുത്തുനബി തങ്ങൾ അവിടുത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് ചാഞ്ഞു കിടന്ന് റെസ്റ്റ് എടുത്ത
ശക്തമായ സൂര്യതപം ഉണ്ടാകുന്ന സമയത്ത് ഒരല്പം ആശ്വാസം കൊണ്ട ആ ഒരു സ്ഥലം യാത്രയുടെ നടന്നുപോയത്. 10 വർഷക്കാലം അനസ് റളിയല്ലാഹു അൻഹു ഖാദിമായിരുന്നെങ്കിൽ നാഖത്തുൽ ഖസ്വ എന്ന ആദരിക്കപ്പെടേണ്ട ഒട്ടകം, ഖസ്വ മുത്തുനബിയുടെ പുന്നാര ഒട്ടകം, ആ ഒട്ടകത്തിന്റെ മേലെ അവിടുന്ന് സഞ്ചരിച്ചു പോയ വഴികൾ, കാൽനടയായി പോയ വഴികൾ, അതിൽ നിന്ന് ഇറങ്ങി, വാഹനത്തിൽ നിന്നിറങ്ങി കിലോമീറ്ററുകളോളം അവിടുന്ന് നടന്നു പോയത്. ആ ഒരു ഒട്ടകത്തിന്റെ ചരിത്രം പറഞ്ഞാൽ വല്ലാത്തൊരു ആദരവാണ്. ചരിത്രത്തിൽ വലിയ സ്ഥാനം പിടിച്ചൊരൊട്ടകം. ആദരിക്കേണ്ടതിനെ ആദരിക്കണം നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ മുകളിൽ ആദരവോടെ പറയാം, ഇരുന്നപ്പോൾ വഹി ഇറങ്ങിയിട്ടുണ്ട്, ദുഃഖങ്ങൾ കണ്ടിട്ടുണ്ട്. നാഖത്തുൽ ഖസ്വ അവിടുത്തെ റസൂലിന്റെ വിജയം കണ്ടിട്ടുണ്ട്, ധാരാളം യുദ്ധഭൂമികളിൽ പങ്കെടുത്തിട്ടുണ്ട് നാഖത്തുൽ ഖസ്വ. ആ പവിത്രമായ ഒട്ടകത്തിനോടുള്ള ആദരവ് ചരിത്രകാരന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. ഇത് ഈമാന്റെ ഭാഗമാണ്, ഇതൊരു തഖ്വയുള്ളവന്റെ അടയാളമാണ്. അതിനെക്കുറിച്ച് വാതോരാതെ പറയൽ, അമ്പിയാക്കളെ കുറിച്ച് പറയൽ, അള്ളാഹു ആദരിച്ച മാസത്തെക്കുറിച്ച് ആദരവോടെ വീണ്ടും വീണ്ടും പറയൽ തഖ്വയുള്ളതിന്റെ ലക്ഷണമാണ്. അതിൽ വലിയ സ്ഥാനം കൊടുത്തൊരു മഹാവ്യക്തിത്വത്തെ പരിചയപ്പെടുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അവിടത്തെക്കാൾ ഉയർന്നതായി ആരുമില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുന്ന സമയം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന്, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെ? പുറത്തു പോയിരിക്കുന്നല്ലോ നബിയെ, ഞാൻ എൻ്റെ കൂടെ യാത്രയ്ക്ക് അബൂബക്കർ സിദ്ദീഖ് ഒരുങ്ങിക്കോളാൻ പറയൂ. പരിശുദ്ധ ഹിജ്റയ്ക്ക് വേണ്ടിയുള്ള ഹിജ്റയുടെ യാത്ര, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയ്ക്ക് ഒരു കൂട്ടുകാരൻ എന്നോടൊപ്പം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഓ ജനങ്ങളെ, ഓ സമൂഹമേ, നിങ്ങൾ നിങ്ങളുടെ മുത്തിനെ സഹായിച്ചില്ലെങ്കിൽ, മുഹാജിറുകളെ സഹായിച്ച അൻസാറുകളുടെ ചരിത്രം, അവരുടെ ഓരോ രംഗങ്ങൾ, അവരുടെ തയ്യാറെടുപ്പ്, കരുതൽ. മുത്ത് വരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ വീഡിയോ കോൾ സംവിധാനങ്ങളില്ല, ടെക്നോളജികളില്ല. വരും കാലത്തിന്റെ അത്ഭുതത്തെക്കുറിച്ച് മുത്തുനബി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലതും. അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് നോക്കി പല പ്രാവശ്യവും മദീനയുടെ പ്രാന്തപ്രദേശത്ത് വന്ന് ത്വാലഅൽ ബദ്റു പറഞ്ഞ് പാടിയ ആ ചരിത്രം നമുക്കറിയാമെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ വരവ് കാത്ത് 11 ദിവസം, എത്രയോ ദിവസം ഉള്ള ആ യാത്രയിൽ പല സമയത്തും വന്ന് നോക്കി കാത്തു നിന്ന് തിരികെ പോയ മദീനയിലെ അൻസാറുകൾ, പൊന്നാര അൻസാറുകൾ, മഹത്തുക്കൾ, നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, അല്ലാഹു സഹായിക്കും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സഹായമില്ലെങ്കിൽ റബ്ബിന്റെ വലിയ സഹായം അല്ലാഹു ആദരിച്ചവർക്കൊക്കെ കിട്ടും. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, മഹാനോർ രണ്ടുപേർ ആ സൗർ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നപ്പോ വിഷമേൽക്കാതിരിക്കാൻ, എന്റെ മുത്തിന്റെ ശരീരത്തിൽ ഒരു ഇടജന്തു കൊത്താതിരിക്കാൻ, ഉപദ്രവിക്കാതിരിക്കാൻ അവിടുത്തെ കാലുകൊണ്ട് ഓരോ മാളവും അടച്ചു വെച്ച്, വസ്ത്രം കീറി അടച്ച്, എല്ലാത്തിനും ഒരു കവചം തീർത്ത് കാവലായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങൾ പറഞ്ഞു, അബൂബക്കറിനോളം ഉയർന്നതായി ആരുമില്ല. ഇന്ന് ചില വിശ്വാസങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു മഹാനോരെ ആദരിക്കുമ്പോഴും മുത്തുനബി കഴിഞ്ഞാൽ ശീഇയ്യത്തിന്റെ വിശ്വാസം കടന്നു വന്ന് അതിൽ പലരും വീണുപോയിട്ടുണ്ട്. നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ
അലി റളിയല്ലാഹു അൻഹുവിനാണ് സ്ഥാനമെന്ന് പറയുമ്പോൾ നമ്മുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തുക്കളായ സംഘടനയിലെ മുഴുവൻ മഹത്തുക്കൾ, അവിടെ വേർതിരിവില്ല, മുഴുവൻ സംഘടനകളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഴുവൻ സുന്നി എന്ന് അന്ന് കൊടുത്ത പേരാണ്. ആ പേരിന്റെ മുഴുവൻ സംഘടനയിലെ മഹത്തുക്കൾ വിശ്വാസം, ആദർശം ശരിക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സ്ഥാനം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു, ഓരോ ചലനത്തിലും അത് വ്യക്തമാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഭരണാധികാരിയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു. അവിടുത്തെ യാത്രയിൽ അത് വ്യക്തമാണ്. അവിടുത്തെ നിസ്കാരത്തിന് ഇമാമത്ത് നിർത്തിയതിൽ അവിടെ നിന്ന് വ്യക്തമാണ്. അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം, മഹത്വം പഠിപ്പിച്ചു നൽകുകയാണ്. ആ ഒരു യാത്രയിലെ ആ ഒരു നിമിഷത്തിൽ വിഷമേൽക്കാതിരിക്കാൻ മുത്തിനെ മടിയിൽ കിടത്തി എല്ലാ ദ്വാരങ്ങളും അടച്ചിരിക്കുന്ന സമയം അവിടെ നിന്ന് മെല്ലെ നോക്കിയാൽ, അവിടെയൊക്കെ സൗർഗുഹയിലൊക്കെ കയറാൻ ഭാഗ്യം കിട്ടിയവരാണല്ലോ നമ്മളിൽ പലരും. അള്ളാഹു നമുക്ക് പലതവണ തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഉംറയ്ക്ക് അള്ളാഹു പലതവണ തൗഫീഖ് നൽകുമാറാകട്ടെ. ഓരോരുത്തരും പരിശുദ്ധ ഉംറ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും കേട്ടത് തന്നെ കേൾക്കുമ്പോഴും എന്തൊരു ആവേശമാണ്, എന്തൊരു ആനന്ദമാണ് നമ്മുടെ മനസ്സിൽ. ആ ചരിത്രഭൂമിയിൽ അവിടെ തന്നെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ ഇപ്പോഴും അതിന്റെ മഈശത്തിന്റെ വഴികളിൽ അവിടെ കഴിയുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ അവർക്കെല്ലാ ഹൈറും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ആ പുണ്യഭൂമിയിൽ ആ സൗറിൽ നിന്ന് നോക്കുമ്പോൾ ശത്രുവിന്റെ കാൽ പെരുമാറ്റം കാല് കാണാം. നബിയോരെ ഒന്ന് കുനിഞ്ഞാൽ, അവരൊന്ന് ചെരുപ്പ് നേരെയാക്കാൻ കുനിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ നബിയെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അള്ളാഹു കൂടെയുണ്ട്, അള്ളാഹു നമുക്ക് കൂടെയുണ്ട്. വിശ്വാസം ശക്തിപ്പെടണം. ആദരവ് മുത്തുനബി തങ്ങൾ കൂടുതലായി അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ലലൈലത്തും മിൻ അബീ ബക്കറിൻ ഖൈറും മിൻ ആലി ഉമർ. പറയുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ രാത്രിയത്തെ അമല് ഈ ഉമറിന്റെ കുടുംബവും എത്ര അമല് ചെയ്താലും അതിനോളം ആവൂല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനം പറഞ്ഞു കൊടുക്കാൻ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം, മഹാനോരെ ആദരിക്കണം. അതിന് മേലെയായി ആരുമില്ല. അവിടുത്തെ ഈമാനിന്റെ കരുത്ത് അത്ര വലുതാണ്, അല്ലേ? മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന ഈമാൻ. ലോക മുഅ്മിനീങ്ങളെ, നിങ്ങളെക്കാൾ അമലിൽ, ഇബാദത്തിൽ, ഈമാന്റെ കരുത്തിൽ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അംബിയാ മുർസലുകൾ 1.25 ലക്ഷം അംബിയാ മുർസലുകൾ കഴിഞ്ഞാൽ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. وَيَوْمٌ مِّنْ أَبِي بَكْرٍ خَيْرٌ مِّنْ آلِ عُمَرٍ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ ദിവസത്തെ അമല് ഉമർ ജീവിതകാലം മുഴുവൻ എത്ര അമല് ചെയ്താലും ആ ഒരൊറ്റ ദിവസത്തിന്റെ അമല് പോലും ആകുന്നില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരവ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടുള്ള ആദരവ് വല്ലാത്തൊരു ബന്ധം, ആദരവാണ്. പരിശുദ്ധ ഇസ്രാ മിഅ്റാജിന്റെ ആ രാത്രിയിലെ അനുഗ്രഹീത യാത്രയുടെ പരമോന്നത ശക്തിയെ നേരിൽ കണ്ട് അതിശീഘ്രഗമന വാഹനത്തിൽ പോയി റബ്ബിനെ നേരിൽ കണ്ട് വഖാബ ഖൗസൈനി ഔ അദ്ന നേരിട്ട് കണ്ട് തിരികെ വന്ന യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അതിന് സിദ്ദീഖ് എന്ന മഹത്വം കൊടുത്തത് പൊന്നാടണീച്ചെന്നു, ശാളണീച്ചെന്നു, മെമന്റോ കൊടുത്തെന്നോ, മഹത്വമേറിയ പേര് കൊടുത്തെന്നോ. മഹത്വമായ പണ്ഡിത മഹത്തുക്കൾക്ക് പല പേരിൽ ഇന്ന് നമ്മൾ അറിയുന്നു. അല്ലാഹു ഖബറുടെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഓരോ മഹത്തുക്കളെയും പേര്, ഉൻവാൻ, അഡ്രസ് കൊണ്ട് അറിയപ്പെടുന്നത് ആ മുത്തുനബി തങ്ങൾ സ്വീകരിച്ചു വന്ന ഒരു ശൈലിയാണ് മഹത്വപ്പെടുത്തുന്നത്. അള്ളാഹു മഹാനവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തഖ്വ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ വിശ്വാസം ശക്തിപ്പെടണം. നമ്മുടെ വിശ്വാസം ഒരുമിച്ച് പോകരുത്, ജീർണിച്ചു പോകരുത്, വഴിതെറ്റി പോകരുത്. അള്ളാഹു നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ. വിശ്വാസത്തിന്റെ ഹൈറായ ശക്തിയുള്ള അടിത്തറയിൽ ഉയർന്നു വരുന്ന ഈമാനിക കരുത്ത് ഇബാദത്തുകളായി, അഅ്മാലു സ്വാലിഹാത്തുകളായി നമ്മുടെ പ്രവർത്തനങ്ങളെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉന്നോട് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഫാമിലി കൗൺസിലിംഗ്, മക്കളുടെ ഉന്നമനത്തിനായിട്ടുള്ള മോട്ടിവേഷൻ കൗൺസിലിംഗ് ക്ലാസ് കുടുംബത്തിന് വേണ്ടിയും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഇൻഷാ അല്ലാഹ് നാളെ
തുന്നോട് മദ്രസ ഹാളിൽ 4 മണിക്ക് ശേഷം നടക്കും. ഇൻഷാ അല്ലാഹ് കഴിയുന്നതെല്ലാം പങ്കെടുക്കണം. നമ്മുടെ മക്കളെയും കൊണ്ടുപോയി പങ്കെടുക്കണം. നമ്മുടെ പരിസര ജമാഅത്തുമായൊക്കെ നടക്കുന്ന എല്ലാ നന്മകളിലും സഹകരിക്കണം. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ദുആ ചെയ്യാനൊരു സഹോദരൻ 500 രൂപ സംഭാവന, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ, മദ്രസ നിർമ്മാണ ഫണ്ടിലേക്ക് 50,000 രൂപ സംഭാവന, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. വിദേശത്തുള്ള പ്രവാസിയായ ഒരു സഹോദരനാണ്. നമ്മുടെ മഹലുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഒരു മടിയില്ലാതെ സഹകരിക്കുന്ന, സമ്പത്തിലാക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അള്ളാഹു കബൂലാക്കട്ടെ. ആ പരിശുദ്ധമായ അമൽ റബ്ബ് സ്വീകരിക്കട്ടെ. നമ്മുടെ മദ്രസയിലെ പരിശുദ്ധമായ ഇൽമ പഠിക്കുന്ന കാലമത്രയും നമ്മളൊക്കെ അവിടെ പഠിച്ചു വന്നവരാണ്. ആ നന്മകളുടെ മിഥില സവാബ് ആ സഹോദരൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി അവരുടെ കബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് കൊടുത്ത് അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. ആ സഹോദരന് നന്മകൾക്ക് ഇനിയും, പരിശുദ്ധമായ ഉൻവാനുകൾക്ക് ഇനിയും അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ശരീരസുഖത്തിന് വേണ്ടിയും ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ സംഭാവന. അള്ളാഹു ആ കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആ സഹോദരിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹ്, കൃപയുള്ള പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ ഈ സംഗമത്തെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ആദരിച്ചതിനെ എല്ലാം ആദരിക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഈമാനിക കരുത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് ആദരവ്. ഞങ്ങൾക്കത് തരണം റബ്ബേ. പരിശുദ്ധ മാസങ്ങളോട് ആദരവ് തരണം റബ്ബേ. മഹത്തുക്കളോട് ആദരവ് തരണം റബ്ബേ. അല്ലാഹുവേ, ഈമാന് തെറ്റിപ്പോകുന്ന അവസ്ഥയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഖൈറിന്റെ അഖിലുകാരാക്കി ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വെള്ളിയാഴ്ച വന്ന സ്വതക്കകൾ, സംഭാവനകൾ, അല്ലാഹുവേ, ഇവിടെ ബക്കറ്റ് പിരിവിൽ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി സംഭാവനകൾ നൽകുന്നവരെല്ലാവരെയും സ്വീകരിക്കണം അല്ലാഹ്. ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ സയ്യിദുൽ അയ്യാമിലെ പ്രിയ മുഅ്മിനീങ്ങളുടെ ആമീന ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. മദ്രസയ്ക്ക് വേണ്ടി നൽകിയ സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം കബൂലാക്കണേ അല്ലാഹ്. അവരിലൊരു കുറവ് വരുത്തല്ലേ റബ്ബേ. ആയുസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മഈശത്തിന്റെ വഴികളിലെല്ലാം ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, കുടുംബത്തിൽ മരണപ്പെട്ടു പോയവർ അവരുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകല്ലാ. ജാരിയായ സ്വദഖയാക്കണേ റബ്ബേ. നോക്കത്താ ദൂരത്താ ഖബറിടങ്ങൾ വിശാലമാക്കണേ റബ്ബേ. ഈ വെള്ളിയാഴ്ച മുഅ്മിനീങ്ങളുടെ ദുആ കാണാൻ, കേൾക്കാൻ, സന്തോഷിക്കാൻ അവർക്കും ഈ മയ്യവാടിയിലെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകൾക്കും തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധ റജബിലെ, ശഅബാനിലെ, റമദാനിലെ അമലുകളെല്ലാം സ്വീകരിക്കണേ റബ്ബേ. പരിശുദ്ധമായ റമദാന്റെ നോമ്പുതുറ, പരിശുദ്ധ പുണ്യ അമലുകളെല്ലാം സന്തോഷത്തിലും വിജയത്തിലുമാക്കണം റബ്ബേ. അത് നിയ്യത്ത് വയ്ക്കുന്നവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. വരുന്ന ധാരാളം റമദാൻ ഖൈറാത്തുകളെ കൊണ്ട്, അഅ്മാലു സ്വാലിഹാത്തുകളെ കൊണ്ട് ചേർന്ന് കൂടി മുഅ്മിനീങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണം റഹ്മാനെ. കഴിഞ്ഞ റമദാനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരിൽ പലരും ഇന്ന് മണ്ണറയിലാണ്. മഗ്ഫിറത്ത് കൊടുക്കണം അല്ലാഹ്, മർഹമത്ത് കൊടുക്കണം അല്ലാഹ്. ദുആ വസിയത്ത് ചെയ്തവരുടെ സന്ദേശങ്ങളെല്ലാം സഫലീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബാദികൾക്ക് മഗ്ഫിറത്തിന് വേണ്ടി ഇന്ന് സ്വദഖ നൽകിയവർ ജന്നാത്തുൽ ഫിർദൗസ് അവർക്കെല്ലാം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ ഹയാത്തിലുള്ളവർക്കെല്ലാം ആഫിയത്തോടെ ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ഖൈറാത്തുകൾ ഞങ്ങൾക്കെല്ലാം നൽകണം അല്ലാഹ്. അവിടുന്ന് കാവല് തേടിയ സർവ്വ വിപത്തുകളിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനെ. ബിഹഖ്ഖി നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ